നമ്മുടെ തൃശ്ശൂരിൽ ഒരു അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ ഇന്ന് വരുന്നത്. ഹലോ, വെൽക്കം ടു ഏഞ്ചൽ ഹോംസ് തൃശ്ശൂർ. ഏഞ്ചൽ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ മരത്താക്കര എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂർ വഴി മരത്താക്കരയിലെത്തിച്ചേരാം. അതുപോലെ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ആമ്പല്ലൂർ സിഗ്നൽ കഴിഞ്ഞ പാലിയേക്കര ടോൾ കഴിഞ്ഞ് നേരെ മരത്താക്കരയിൽ വന്നു ചേരാം. പാലക്കാട് മണ്ണുത്തി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് മണ്ണുത്തി കഴിഞ്ഞ് നേരെ വരികയാണെങ്കിൽ നടത്തറ ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞാൽ മരത്താക്കരയിൽ വന്നു ചേരാം. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പാലക്കാട് ഹൈവേയിൽ മരത്താക്കര ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് 300 മീറ്റർ ദൂരെയാണ്. തീർത്തും ശാന്തമായും സമാധാനപൂർണമായും താമസിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ്. കിഴക്കോട്ടയ്ക്ക് ദർശനമായിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത്. തീർത്തും വാസ്തു സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വടക്കു കിഴക്കേ ദിശയിൽ ധാരാളം ജലസമൃദ്ധിയായിട്ടുള്ള ഒരു കിണറുമുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് 11 സെൻറ്റ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോട് കൂടിയാണ്. ഈ വീട്ടിൽ 4 മുതൽ 5 വലിയ കാറുകൾക്ക് അനായാസം പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 വലിയ ബെഡ്റൂമുകൾ വിത്ത് അറ്റാച്ച്ഡ്, ഒരു വലിയ ഫാമിലി ലിവിംഗ് റൂം, അതായത് ഡ്രോയിങ് ഏരിയ, ഒരു വലിയ ഡൈനിങ് ഏരിയ, ഒരു പൂജാ റൂം, ഒരു ബാൽക്കണി, ഒരു വലിയ കിച്ചൺ, ഒരു വർക്കിംഗ് ഏരിയ എന്നിവയുമുണ്ട്. മുകളിലെ റൂമിൽ 3 വലിയ ബെഡ്റൂമുകൾ വിത്ത് അറ്റാച്ച്ഡ്, ഒരു വലിയ ഫാമിലി ലിവിംഗ് റൂം, 2 ബാൽക്കണികൾ, ഒരു ഓപ്പൺ ടെറസ് എന്നിവയും ഉണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പക്ക പുരയിടത്തിലാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് കാണാം. ഈ വീടിൻ്റെ എല്ലാ ജനലുകളും വാതിലുകളും തേക്കുകൊണ്ട് നിർമ്മിതമാണ്. ഈ വീടിൻ്റെ മുൻഭാഗം ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാണുന്ന ഏരിയയാണ് വിശാലമായ ഡൈനിങ് ഏരിയ. ഈ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിച്ച് വലതുഭാഗത്ത് കാണുന്ന ഈ ഏരിയയാണ് ഫാമിലി ലിവിംഗ് റൂം അഥവാ ഡ്രോയിങ് ഏരിയ. ഒരു ഫാമിലി ലിവിംഗ് റൂമിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുടെയും പ്രൊവിഷൻസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡ്രോയിങ് റൂമിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച. ഈ കാണുന്ന ഭാഗത്താണ് ടിവിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ റൂമുകളിലും ഹാളുകളിലും ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയയാണ് വിശാലമായ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലെ കോമൺ ആയിട്ടുള്ള വാഷ് ബേസിൻ. ഈ വിശാലമായ ഡൈനിങ് ഏരിയയിൽ എല്ലാവിധ ഫാൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് അടുക്കള, അതുപോലെ 2 ബെഡ്റൂമിലേക്കുള്ള പ്രവേശനങ്ങൾ. ഇനി നമുക്ക് ഈ വീടിൻ്റെ മെയിൻ കിച്ചണിലേക്കൊന്ന് പോയി വരാം. ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ ഹെഡ് ഷെൽഫുകളും അതുപോലെ മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയയാണ് വർക്ക് ഏരിയ. ഒരു വർക്ക് ഏരിയയിലേക്ക് ആവശ്യമായ എല്ലാവിധ പ്രൊവിഷൻസും ഇവിടെ ചെയ്തിട്ടുണ്ട്.
ഡൈനിങ് ഏരിയയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ. ഈ കാണുന്ന ഏരിയ പൂജാ റൂമായോ സ്റ്റഡി റൂമായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഈ കാണുന്ന ബെഡ്റൂം ഫാൾ സീലിംഗ് വർക്കുകൾ കൊണ്ടും LED ലൈറ്റുകൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായ വാർഡ്രോബും ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂമിനോട് ചേർന്നൊരു ബാൽക്കണിയുമുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഇന്ന് പോയി വരാം. ആദ്യം കാണുന്ന ഈ ഏരിയയാണ് ഡ്രസ്സിംഗ് റൂം. ഇവിടെയും ഒരു വാർഡ്രോബ് ഉണ്ട്. ഈ ബെഡ്റൂമിലും ഫാൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ്. ഈ കാണുന്ന വിശാലമായ ഡൈനിങ് റൂമിൻ്റെ കാഴ്ചയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി വരാം. ഈ സ്റ്റെയർ കേസ് മോഡേൺ രീതിയിലുള്ള ഹാൻഡ് റെയിൽ കൊണ്ടും അതുപോലെ ഗ്ലാസ് വർക്കുകൾ കൊണ്ടും ചെയ്തിട്ടുള്ളതാണ്. സ്റ്റെയർ കേസിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്കുള്ള വ്യൂ. സ്റ്റെയർ കേസ് കയറി വന്നാൽ ഈ കാണുന്ന ഏരിയയാണ് വിശാലമായ ഫാമിലി ലിവിംഗ് റൂം ഫസ്റ്റ് ഫ്ലോറിലെ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള കാഴ്ച. വീടിനുള്ളിലേക്ക് നാച്ചുറലായിട്ടുള്ള ഡേ ലൈറ്റ് വരുവാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി വരാം. ഈ വിശാലമായ മാസ്റ്റർ ബെഡ്റൂമിൽ എല്ലാവിധ LED വർക്കുകളും ഫാൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലെ ബാത്ത് അറ്റാച്ച്ഡ്. മൂന്നാമത്തെ ബെഡ്റൂമിലെ ബാൽക്കണിയും അവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളും. ഈ വീടിന് ചുറ്റും മനോഹരങ്ങളായ വീടുകളാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി വരാം. ഈ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന ഏരിയയാണ് ഡ്രസ്സിംഗ് ഏരിയ. ഈ കാണുന്ന ബെഡ്റൂമും എല്ലാവിധ LED വർക്കുകളെ കൊണ്ടും ഫാൾ സീലിംഗ് വർക്കുകളെ കൊണ്ടും മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ നാലാമത്തെ ബെഡ്റൂമിലെ ബാത്ത് അറ്റാച്ച്ഡ്.
ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായ ഫാമിലി ലിവിംഗ് റൂമിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 5ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി വരാം. കിങ് സൈസിലുള്ള ഈ ബെഡ്റൂമിലും എല്ലാവിധ LED വർക്കുകളും ഫാൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ 5ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. അഞ്ചാമത്തെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ബാൽക്കണി. വളരെ ഭംഗിയുള്ളതും പച്ചപ്പ് നിറഞ്ഞതാണ് ഈ വീടിൻ്റെ മുൻഭാഗം. മുൻവശത്തുള്ള സമൃദ്ധിയായി ജലം ലഭിക്കുന്ന കിണർ. ഈ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവിധ ഐറ്റംസും, അതായത് ഫ്ലോറിങ്ങുകളായാലും ശരി, ബാത്റൂം ഫിറ്റിങ്സ് ആയാലും ശരി, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആയാലും ശരി, എല്ലാം വളരെ പ്രീമിയമുള്ളതും വളരെ ക്വാളിറ്റി കൂടിയതുമായ ഐറ്റംസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് പോയി വരാം. അതുപോലെ ഇനി നമുക്ക് ഈ വീടിൻ്റെ റൂഫ് ടോപ്പിലേക്ക് ഒന്ന് പോയി വരാം. ഈ മനോഹരമായ ആഡംബര വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ മനോഹരമായ ആഡംബര വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 1,75,00,000. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ഥലം സന്ദർശിക്കുവാനും 7022514539 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തൃശ്ശൂരിൽ ഇതുപോലെയൊരു വീട് നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോകൾ കാണുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സ്വന്തം ഏഞ്ചൽ ഹോംസ്.